നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ശോഭന. അഭിനയമാണോ, സൗന്ദര്യമാണോ, അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ്. തുടരുമെന്ന ചിത്രത്തിലൂടെ വീണ്ടും മോഹൻലാലിനൊപ്പം എത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. അഭിനയത്തിലെയും നൃത്തത്തിലെയും എല്ലാം വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. തന്റെ 55-ാം വയസ്സിലും യൗവനം കാത്തു സൂക്ഷിക്കുകയാണ് ശോഭന. ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായ ശോഭന ഇന്നും ബാച്ചിലറാണ്. പെൺകുഞ്ഞിനെ ദത്തെടുത്ത ശോഭന ആ ജീവിതം സുന്ദരമാക്കുമ്പോൾ ഇടയ്ക്ക് ചില സദാചാരവാദികൾ എത്തും. അതിനുള്ള ഉത്തരമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഈ സിനിമാ നടിമാർക്ക് ഒക്കെ എവിടെന്ന് നല്ലൊരു ആലോചന വരാനാ, അതുകൊണ്ടല്ലേ കെട്ടാതെ നടക്കുന്നതെന്ന് ശോഭനയെ കുറിച്ച് ആരോ പറഞ്ഞത് ഞെട്ടലോടെ കേട്ടത് ഇന്നും ഓർമ്മയുണ്ട്. മധ്യവയസ്സ് താണ്ടിയിട്ടും കുറുമ്പും കൊണ്ട് നടക്കുന്ന സുന്ദരിയായ ആരോഗ്യമുള്ള ഈ സ്ത്രീ ഒരു വലിയ ഉത്തരമാണ്. ഇമോഷണൽ മാറാപ്പുകൾ ഇല്ലാത്ത സ്വന്തമായൊരു പാഷൻ ബിൽഡ് ചെയ്ത് അതിനു പുറകെ പോയി വിജയം കണ്ടെത്തുന്ന, പ്രണയവും പ്രസവവും അതിന്റെ ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ജീവിതം എത്ര സന്തോഷം കൊണ്ടെത്തിച്ചു കൊടുക്കുമെന്ന്. പക്ഷെ ഇതൊരു അപൂർവ സാധ്യതയാണ്. ഭാഗ്യം കൂടെ തുണയ്ക്കേണ്ട വഴിയുമാണ്. ഒന്നു മാത്രം, ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരുന്നത് അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നും നിഷ എന്നൊരാൾ കുറിച്ചു. 1984 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഭരതന്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലാണ് ശോഭന രണ്ടാമതായി അഭിനയിക്കുന്നത്. അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികയായി കാണാമറയത്ത് എന്ന ചിത്രത്തിലും ശോഭന അഭിനയിച്ചു. 1994 ഫാസിലിന്റെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ മികവുറ്റ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് 2004 ശോഭനയ്ക്ക് രണ്ടാമതും ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന ശോഭനയുടെ ജീവനും ജീവിതവും മകൾ അനന്തനാരായണിയും നൃത്തവുമാണ്. 2010 അനന്തനാരായണിയെ ശോഭന ദത്തെടുക്കുന്നത്. മകൾക്കായി ഒഴിഞ്ഞുവെച്ച ശോഭനയുടെ ജീവിതത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഖിണിമാരുടെ തലമുറക്കാരിയാണ് നടി ശോഭന. ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണുമൊക്കെ വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന. നൃത്തത്തെ ജീവവായുവായി കണക്കാക്കപ്പെടുന്ന ശോഭന ഈ 55 വയസ്സുവരെ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഇന്ന് സർവ്വസാധാരണയായി കാണപ്പെടുന്ന ലിവിംഗ് ടുഗദറിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. അവർക്ക് കൂടുതലും ഇഷ്ടവും താല്പര്യവും നൃത്ത വിദ്യാലയം ആരംഭിച്ച് അവിടെ കൂടുതൽ വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കുക എന്നതായിരുന്നു. നൃത്തത്തിനായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം. ശതകോടികളുടെ ആസ്തിയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ 2010 വെറും 6 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു. അനന്തനാരായണി എന്ന് ആ കുഞ്ഞിന് നാമകരണവും ചെയ്തു. അവരുടെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും ആ കുഞ്ഞിന് നൽകി. കുഞ്ഞിനൊപ്പം ചെന്നൈയിലാണ് ശോഭന താമസിക്കുന്നത്. അവളുടെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ മകളെക്കുറിച്ച് പറയുമ്പോൾ ശോഭന വാചാലയാവാറുണ്ട്. ശോഭന ഒരിക്കൽ പറഞ്ഞത്, മകളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ നന്നായി ശ്രദ്ധിക്കും. പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് വളരും. ഡ്രസ്സ് ചെറുതാവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. മകളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നതും മകളുമായി കടൽ തീരത്ത് പോയി ചിലവഴിക്കുന്നതുമായ കുട്ടിയുമൊത്തുള്ള നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ ശോഭന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ മകളാണ് തന്റെ ലോകമെന്നാണ് ശോഭന പറയുന്നത്. മകൾക്ക് ആദ്യം നൃത്തത്തിനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. നിർബന്ധിച്ചാൽ വരും, അങ്ങനെയായിരുന്നു. പക്ഷേ ശോഭന പറഞ്ഞത്, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിനക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ വരൂ, ഞാൻ പഠിപ്പിക്കാം എന്നായിരുന്നു. ഇപ്പോൾ മാറ്റങ്ങൾ വന്നു. ശോഭനയുടെ മകൾ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്നും നല്ല കാര്യം പറയാൻ വിളിച്ചാലും പേടിക്കും, ടെൻഷനാണ്. ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ പോയാൽ മകളെയും ഒപ്പം കൂട്ടുമെന്നാണ് ശോഭന പറഞ്ഞത്. വരനെ ആവശ്യമുണ്ടെന്ന സിനിമ നാരായണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണമായി ശോഭന പറഞ്ഞത് അവൾക്ക് തന്റെ മകളായി കല്യാണി അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നായിരുന്നു. നാഗവല്ലി എന്ന കഥാപാത്രം മകൾക്ക് വലിയ ഇഷ്ടവുമാണ്. അടുത്തിടെ പത്മഭൂഷൺ അവാർഡ് സ്വീകരിച്ച് മടങ്ങിയെത്തിയ ശേഷം ശോഭന ആദ്യം പോയത് തന്റെ അമ്മയെ കാണാനും പിന്നീട് മകൾ പഠിക്കുന്ന സ്കൂളിലേക്കുമാണ്. മകൾ ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. നാരായണിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ശോഭനയ്ക്ക് 100 നാവാണ്. അമ്മയാകുവാൻ ഒരു പൊക്കിൾക്കൊടി ബന്ധവും ആവശ്യമില്ല. ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാവാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്.
അതേസമയം അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത ശോഭന പിന്നീട് നൃത്തത്തിനായി ജീവിതം മാറ്റിവെച്ചു. നർത്തകിയായും നൃത്ത അധ്യാപികയായും ശോഭന ഉയരങ്ങൾ താണ്ടി. ഇടവേളകളിൽ സിനിമയിലേക്ക് തിരികെ വരികയും ചെയ്തു ശോഭന. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം അഭിനയിച്ച തുടരും വൻ വിജയമായി മാറിയിരുന്നു. അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം ലോകമറിയുന്ന താരമായി നിറഞ്ഞു നിൽക്കുമ്പോഴും തന്റെ വ്യക്തിജീവിതം എന്നും സ്വകാര്യമായി തന്നെ നിലനിർത്താൻ ശോഭന ശ്രദ്ധിച്ചിട്ടുണ്ട്. താരകുടുംബത്തിൽ നിന്നും വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് കടന്നുവന്ന ശോഭന തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അധികം എവിടെയും സംസാരിച്ചു കണ്ടിട്ടില്ല. സിനിമയിൽ എന്നതുപോലെ തന്നെ ജീവിതത്തിലും സ്വന്തം തെരഞ്ഞെടുപ്പുകളും നടപ്പുവഴിയും ഉണ്ടായിരുന്നു ശോഭനയ്ക്ക്. വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത അമ്മയായതാണ് ശോഭന. ശോഭനയുടെ മകൾ ഇന്നൊരു കൗമാരക്കാരിയാണ്. അഭിനയത്തിനും നൃത്തത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചതിനാലാണ് ശോഭന വിവാഹം കഴിക്കാതിരുന്നത്. ശോഭനയുടെ വിവാഹത്തെക്കുറിച്ചുള്ള പഴയൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. ശോഭന വിവാഹിതയാകുന്നു എന്ന തലക്കെട്ടോടെ 1987 ചിത്രഭൂമിയിൽ വന്ന വാർത്തയാണ് ആരാധകർക്ക് കൗതുകമായിരിക്കുന്നത്. മുറച്ചെറുക്കൻ പ്രേമാനന്ദുമായി ശോഭനയുടെ വിവാഹം ഉറപ്പിച്ചുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. പ്രണയവിവാഹമല്ല, വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ്. നടി പത്മിനി രാമചന്ദ്രന്റെ മകനാണ് പ്രേമാനന്ദ് എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. അമ്മയോടൊപ്പം അമേരിക്കയിൽ സ്ഥിരം താമസമാക്കിയ പ്രേമാനന്ദ് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. വിവാഹശേഷം ശോഭന അഭിനയം നിർത്തുമെന്നും വാർത്തയിലുണ്ട്. വാർത്ത ചർച്ചയായതോടെ ശോഭനയുടെ മുറച്ചെറുക്കൻ എവിടെയെന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. പ്രേമാനന്ദ് മാധ്യമപ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുണ്ടെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചതായും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഏറ്റവും നന്നായി അഭിനയിച്ച് അംഗീകരിക്കപ്പെട്ട നടി ശോഭനയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർക്ക് ഏറ്റവും കൂടുതൽ ചേർച്ച തോന്നിക്കുന്ന നായിക. 80കളിൽ മമ്മൂട്ടി ശോഭന, മോഹൻലാൽ ശോഭന ജോഡികളായിരുന്നു മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ. സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ലാൽ ശോഭന ടീം സാധാരണക്കാരുടെ മനസ്സിൽ കൂടുകൂട്ടി. ഒടുവിൽ മണിച്ചിത്രത്താഴിലൂടെ ശോഭന ദേശീയ അവാർഡ് വാങ്ങി. 2009 സാഗർ ഏലിയാസ് ജാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം ശോഭന കരിയറിൽ ഒരു വലിയ ബ്രേക്ക് എടുത്തു. പിന്നീട് 2013 വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിലെത്തിയ തിര എന്ന സിനിമയിലൂടെയാണ് ശോഭനയുടെ രണ്ടാം വരവ്. ഡോക്ടർ രോഹിണി പ്രതാപ് എന്ന കഥാപാത്രം രണ്ടാം വരവിൽ ശോഭനയ്ക്ക് ലഭിച്ച ശക്തമായ വേഷമായിരുന്നു. ഇടവേള കഴിഞ്ഞ് ശോഭന തിരിച്ചെത്തിയപ്പോഴും തന്റെ ഉള്ളിലെ ആ ഫയറിനൊട്ടും കുറവില്ല എന്ന് തെളിയിച്ചു. തിര എന്ന സിനിമയെ മുഴുവൻ താങ്ങി നിർത്തി. പതിവ് ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത നായികയായി ശോഭന. സാധാരണ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു പോയ നായികമാർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അവർക്കുള്ള ഫാൻ ബേസിന് ഇടിവ് സംഭവിക്കാറാണ് പതിവ്. എന്നാൽ ശോഭനയുടെ ഫാൻസ് ഒന്ന് കൂടി എന്നല്ലാതെ ഒരിക്കലും കുറവ് സംഭവിച്ചിട്ടില്ല. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.